അബ് കി അദാലത്തിൽ കോൺഗ്രസിന്റെ സീനിയർ ലീഡർ അധിർ രഞ്ജൻ ചൗധരിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ഇദ്ദേഹത്തിന് ഓർമ്മശക്തി കുറവാണ്. ഈ കുറ്റാരോപണം താങ്കളുടെ വീട്ടിൽ നിന്നാണ് വന്നത്. അന്ന് താങ്കളുടെ ബർത്ത്ഡേ, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി താങ്കളുടെ ഭാര്യ ദുബായിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ താങ്കൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു. അത് പിന്നെ ചില സമയത്ത് അങ്ങനെ മറന്നുപോകും, ജോലി തിരക്ക് കാരണം. ചില സമയത്ത് മറക്കും. ശരിക്കും വഴക്ക് കേട്ടു അല്ലേ? തീർച്ചയായും. ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഈ മറവി. അതായത് ജോലി തിരക്കിൽ ചിലപ്പോ മറക്കുന്നേക്ക്. അടിക്കടി ചീത്ത. താങ്കളുടെ വൈഫ് ഇവിടെ തന്നെ ഉണ്ട്, അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്. സത്യത്തിനൊരു പവർ ഉണ്ട്. ഐ ലൈക്ക് ദാറ്റ്. താങ്ക് യു. ഞാൻ കേട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ താങ്കൾ വഴി തന്നെ മറക്കുമെന്ന്, അതായത് വീട്ടിലേക്കുള്ള വഴികളെല്ലാം. അല്ല, അങ്ങനെയല്ല. ചില സമയത്ത് ചിന്തകൾ മാറുമ്പോൾ റൂട്ട് മാറിപ്പോവും. ദില്ലിയിലെ എല്ലാ റൂട്ടും എനിക്ക് അറിയുകയുമില്ല. ദില്ലിയിൽ ഒരുപാട് റൂട്ടുകളുമുണ്ട്. പൊതുവായിട്ട് ദില്ലിയിലെ റോഡുകളൊക്കെ ഓർമ്മ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. അടയാളം വയ്ക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ വഴി ചോദിക്കും, ഈ വഴി പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയൊന്നും നടക്കില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇവിടെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ എന്ത് മറന്നാലും ഫുട്ബോൾ കാണുന്നത് മറക്കില്ലെന്ന്. അതെ, അത് ശരിയാ. അപ്പോൾ വേൾഡ് കപ്പ് കാണാൻ പോകാറുണ്ടോ? പോകും. ഒരു ദിവസത്തേക്ക് മാത്രം. എപ്പോഴും ഇല്ല. വൈഫ് ഓക്കെ പറഞ്ഞാൽ മാത്രം. വളരെ കെഞ്ചിയിട്ട് വേണം പെർമിഷൻ നേടിയെടുക്കാൻ. കാരണം മൈതാനത്തിൽ ഇതിഹാസം, അതിന് നമ്മൾ സാക്ഷിയാകണമല്ലോ. കാരണം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നാട് ചുറ്റാനൊന്നും പോകില്ല. ഫൈനലിന് പോകും, അവിടെ മാത്രം പോകും. മാച്ച് കഴിഞ്ഞ ഉടനെ വീട്ടിലോട്ടും വരും. പക്ഷേ എനിക്കത് ഒരുപാട് സന്തോഷം തരും. അതാണ് മറക്കാനാവാത്ത സന്തോഷം. വളരെ റിലാക്സ് ആയിരിക്കും. ജനങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്ത് ചോദിക്കുന്നെന്നാൽ, നിങ്ങൾ ആരെയാ നിങ്ങളുടെ രാഷ്ട്രീയ വിരോധിയായി കരുതുന്നത്? മോഡിജിയാണോ അതോ മമതാജിയാണോ? സഹോദരി, ഞാൻ ആരെയും ശത്രുവായി കാണുന്നില്ല. പൊളിറ്റിക്സിൽ ആരും ശത്രുക്കളല്ല. സത്യമായിട്ടും അങ്ങനെ ആരുമില്ല. അഡ്വേഴ്സറി ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ചോദിച്ചത് അഡ്വേഴ്സറി ആയിരിക്കും. ഓപ്പോസിഷൻ ഉണ്ടെങ്കിലും പകയുള്ളവരാരും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, പൊളിറ്റിക്സിൽ ആരും നിരന്തര ശത്രുക്കളുമല്ല, നിരന്തര മിത്രങ്ങളുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരെയും ശത്രുവായി കാണുന്നില്ലെന്ന്. മോദിജി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ എത്രമാത്രം അദ്ദേഹത്തിന് മര്യാദ കൊടുക്കണമോ അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി. മമതാ ബാനർജി രാജ്യത്തിൻ്റെ ഒരു പകുതി CM, അവർക്കും കൂടി അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാൻ പറയുന്നു, അത്രയും ജനങ്ങളുടെ റിയാക്ഷൻ എവിടെയൊക്കെ സംസാരിക്കുന്നുവോ, ഓപ്പോസിഷൻ ചെയ്യണോ അതോ സപ്പോർട്ട് ചെയ്യണോ എന്ന് ഞങ്ങൾ പല ആംഗിളുകളിൽ നിന്ന് ആലോചിക്കും. പേഴ്സണൽ വ്യൂ പോയിന്റ്. അതുകൊണ്ട് എനിക്കാരും ശത്രുക്കളല്ല. തീർച്ചയായും ഓപ്പോസിഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു നാൾ വരുമോ? അതായത് അധിർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും സുഹൃത്തുക്കളാകുന്ന ഒരു ദിവസം? അതിനെക്കുറിച്ച് നിങ്ങളെന്തിനു വിഷമിക്കണം? അങ്ങനെ ഒരു ദിവസം വരുമോ? അതല്ലേ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് ഈസ് ദി ഹാർട്ട് ഓഫ് പോസിബിൾസ്. എന്ത് വേണമെങ്കിലും നടക്കാം. കുറച്ചു ദിവസം മുമ്പേ ലാലുജി രാഹുൽജിയെ കല്യാണം കഴിക്കാനായി നിർബന്ധിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടെന്ന്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. ലാലു പ്രസാദിനോട് നമ്മുടെ ഗാന്ധി കുടുംബത്തിന് നല്ല നല്ല ബന്ധമാണുള്ളത്. അവർക്കിടയിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ എനിക്കത് പറ്റില്ല. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ണാൻ പോകും തീർച്ചയായും. ചില സമയം അങ്ങനെ പറയാറുണ്ടല്ലേ, ഇങ്ങനെ നോക്കുന്നത്, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത്, ചില സമയത്ത് ക്യാൻഡിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുമെന്ന്. നോക്കൂ, എന്തു ചെയ്താലും രാഹുൽ ഗാന്ധിജിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്യണം. രാഹുൽ ഗാന്ധിജി നല്ലൊരു മനുഷ്യനാണ്, അത്ഭുതകരമായ മനുഷ്യൻ, വലിയ ജ്ഞാനിയും കൂടിയാണ്. അവരുടെ ഓരോ അദ്ദേഹം സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെ തലകീഴായിട്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റായി കാണിച്ചു കൊടുക്കുകയാണ്, തെറ്റായ രീതിയിലുള്ളൊരു പിക്ചർ. ഇത് ശരിയല്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ വീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിജിയെ സാധാരണ ആൾക്കാർ, അതായത് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവർ, നേരിട്ട് പോയി അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. എനിക്കത് ഉറപ്പോടെ പറയാൻ പറ്റും. ദാ നോക്കൂ, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. രാജസ്ഥാൻ പോയില്ലേ,
അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു, ഞാൻ രാജസ്ഥാനിലേക്ക് പോകുന്നു, മുഖ്യമായ ഒരു ജോലിക്ക് വേണ്ടിയാണെന്ന്. സഭയിലും അത് അദ്ദേഹം പറയുകയുണ്ടായി. സമയം കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്. എല്ലാവരും എണീറ്റ് നിന്ന് കിസ് ചെയ്ത് പോയിട്ട് വരുമെന്ന് പറഞ്ഞു, അത്രമാത്രം. അതൊരു പ്രത്യേക സ്നേഹം. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതിൽ ജെൻഡർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമസ്കാരം പറയുന്നില്ലേ, അതും അതുപോലെ തന്നെ. നിങ്ങൾ നോക്കുന്ന കണ്ണിനനുസരിച്ചിരിക്കും കാഴ്ചകളൊക്കെ. താങ്കൾ പറഞ്ഞു തരുന്നത് കാണണം, സംസാരിക്കണം, ഇതല്ലേ? ആപ്യാതാളത്തിൽ മറ്റൊരു ഗസ്റ്റും വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം നായിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നായ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് പാപപ്രവൃത്തിയാണോ? വായില്ലാത്ത ജീവൻ. നമ്പർ 1. നമ്പർ 2 ഞാൻ പറയാം. ഞാൻ പറയുന്നത് എന്താണെന്നാൽ ഡോഗ്, DOG, അതിനെ തിരിച്ചിട്ടാൽ ഗോഡ്. അതിന് ബിസ്ക്കറ്റ് കൊടുത്താൽ എന്താണ് അതിൽ തെറ്റ്? ഒരു നായിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് പറയൂ. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ മറ്റൊരു പറഞ്ഞാട്ടെ. വ്യക്തിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കൊടുത്തെന്ന്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഡോഗിനെ വളർത്തിയിരുന്നു. അതിന് വയസ്സായി. ചിലർ പറഞ്ഞു അതിന് ആട്ടി ഓടിക്കാൻ. ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞു. ജീവനുള്ളവരെ ഭക്ഷണം കൊടുക്കും. അങ്ങനെയല്ലേ? ഞാൻ എല്ലാറ്റിനെയും ഇഷ്ടപ്പെടുന്നു. താങ്കൾ വളരെ നന്നായിട്ട് സംസാരിച്ചു. അതൊരു ഡോഗ് ലവറാണ്. വളരെ സന്തോഷം. ഇതോടുകൂടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഇതിൽ കൂടുതൽ എന്തുണ്ട്? എന്നെ വിട്ടേക്ക്. എന്ത് വിടാൻ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചോദ്യം ചോദിക്കുന്നവരെ വിട്ടേക്ക്. ആദ്യമായിട്ട് എൻ്റെ ഭാര്യ ഇത്തരം ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നു.